ഇടവേള കുറച്ചുകൊണ്ടിരിക്കുക. പ്രസംഗത്തിൽ കൂടുതൽ മികവുറ്റ അവതരണം നിങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ഇടവേളകളുടെ എണ്ണം കുറയ്ക്കുക. പലപ്പോഴും ആളുകൾ എപ്പോഴെങ്കിലും ഒരു പ്രോഗ്രാം കിട്ടുമ്പോൾ സംസാരിക്കുന്നു, അത് കഴിഞ്ഞ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. പിന്നീട് മറ്റെപ്പോഴെങ്കിലും ഒരു അവസരം വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള കാരണമായിട്ടും അത് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് സംസാരിക്കാൻ കിട്ടുന്ന ഇടവേളകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ഫ്രീക്വൻ്റായി നിങ്ങൾ മൈക്കിനോട് ഇടപഴകുക. മൈക്കും അത്തരം സംവിധാനങ്ങളോട് ഇടപഴകുമ്പോൾ കൂടുതലായി സംസാരിക്കാൻ, നിങ്ങൾ ആശയത്തെ പ്രകടിപ്പിക്കാൻ അവസരം കിട്ടുന്നതിലൂടെ നിങ്ങൾ ആത്മവിശ്വാസം കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻ്റായി പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക. അത് ഓൺലൈൻ ആയാലും ശരി, ഓഫ്ലൈൻ ആയാലും ശരി, നിങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ പ്രസൻറ്ററെ, നിങ്ങളുടെ പ്രഭാഷകനെ വളർത്തുന്നതിന് ഏറ്റവും ഉചിതമായ ഒരു പ്ലാറ്റ്ഫോമായിരിക്കും. അത്തരമൊരു പ്ലാറ്റ്ഫോം കണ്ടെത്തുകയും അത്തരമൊരു പ്ലാറ്റ്ഫോമിലൂടെ നിരന്തരമായ ആശയവിനിമയത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഭാഷണ മികവിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇടവേള കുറച്ചുകൊണ്ട് പരിശീലനം തുടർന്നുകൊണ്ടേയിരിക്കുക.